അനുരാഗിണി ഇതായ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഒരു കുട കീഴിൽ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. ആ സിനിമ ഒട്ടും ഹിറ്റായില്ല, പക്ഷേ ആ സിനിമയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഈ പാട്ട് മാത്രമാണ്. അതെ, അല്ല നല്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷെ ചിലർ ടൈപ്ഡായി പോവില്ലേ, അവന് ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ ജോഷിയിൽ നിന്ന് അങ്ങനെ ഒരു ചിത്രം ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അല്ല, ഈ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഇപ്പോൾ ജോൺസന്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആദ്യം പാടുന്ന പാട്ട് ചിലപ്പോൾ അനുരാഗിണിയായിരിക്കും. നിങ്ങൾ എന്നെ കളിയാറില്ല, ഇതൊന്ന് ഒരേ കാര്യം 3 പാട്ടുണ്ടാക്കി. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ, പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ, രാവിൽ നീലകലികയിൽ ഏകദീപം പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. ഈ 2 പാട്ടും വന്നു കഴിഞ്ഞ് ഈ 2 പാട്ടും പോപ്പുലറായി. ഒരു സ്കെയിൽ ഒരു ഇത്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തളത്തിൽ ഒരു സ്കെയില് എല്ലാ മ്യൂസിക് ഡയറക്ടറും പാട്ടുകൾ പാടാം. അല്ല, ഈ രാഗത്തിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ആസ് എ പ്രൊഫഷണൽ ഇപ്പോൾ എല്ലാവരും വെറൈറ്റി അല്ലെങ്കിൽ പുതിയ ട്രെൻഡ് ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഐ എം എ സ്പോണ്ടേനിയസ് മാൻ. അപ്പോൾ എനിക്ക് ഒരു 2-3 വട്ടത്തിൽ കൂടുതൽ ട്രൈ ചെയ്യാനുള്ള ഒന്നാമത് പേഷ്യൻസ് ഇല്ല. പിന്നെ എനിക്ക് ഐ വിൽ ഗെറ്റ് ഇറിറ്റേറ്റഡ്. പിന്നെ ചില അണ്ണന്മാർ ഈ തലച്ചോറിൽ കോരിട്ടിളക്കണം. ഞാൻ ഈ പരിപാടി വരുമ്പോൾ ഞാൻ എണീച്ചു. അല്ല, 2-3 വന്നിരിക്കണം. സിറ്റുവേഷൻ കേട്ട് നമുക്ക് പെട്ടെന്ന് 2-3 അറ്റംപ്റ്റിൽ വന്നിരിക്കണം. അതിൽ കൂടുതലായി പിന്നെ അല്ലെങ്കിൽ നന്ന് ക്ലോസ് ചെയ്തിട്ട് വി വിൽ ട്രൈ അഗൈൻ, പിന്നെ ഫ്രഷ് ആയിട്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സ്കെയിലിൽ ഒരു താളത്തിൽ ഒരു പാട്ടേ ചെയ്യാവുന്നെങ്കിൽ ഇയാൾ ആൾ ജന്മത്തിലധികം പാട്ട് ചെയ്യേണ്ടി വരില്ലേ.